മാംഗല്യം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഒന്നും അറിയാത്ത പോലെയുള്ള അവന്റെ ആ സംസാരം കേട്ടതും പെണ്ണിന് ദേഷ്യം വരാൻ തുടങ്ങി. അതെ, നീ ഇങ്ങനെ ഉണ്ടക്കണ്ടുരുട്ടി എന്നെ പേടിപ്പിക്കാൻ നോക്കുകയൊന്നും വേണ്ട. ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയ്. എന്നാലല്ലേ എനിക്കത് അറിയാൻ പറ്റൂ. ഇതിപ്പോ ഒന്നും പറയാതെ കണ്ണും മിഴിച്ചുള്ള ഈ നിൽപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാകും എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇത്തിരി പരിഭവത്തിൽ അവളെ നോക്കാതെയുള്ള അവന്റെ വർത്തമാനം കേട്ടതും ഇത്തവണ പെണ്ണാണ് അവനെ കണ്ണു മിഴിഞ്ഞു നോക്കിപ്പോയത്. നന്ദേട്ടാ, നന്ദേട്ടൻ ചെയ്തെന്തെന്ന് നന്ദേട്ടന് തന്നെ അറിയില്ല? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെയുള്ള അവന്റെ ആ ഇരിപ്പ് നോക്കി. അപ്പോഴേക്കും അവൾ പൂർണ്ണമായും പിണങ്ങിയാണ് അത്രയും ചോദിച്ചത്. എനിക്കറിയില്ല, ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കൊട്ടൊന്നും ഓർക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോ നീ അങ്ങനെ പിണങ്ങാൻ പാകത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ ആവോ? അത്രയും നിഷ്കളങ്കമായി അവൻ ആ മുഖത്ത് നോക്കി ചോദിച്ചതും ഇത്തവണ അവള് ശരിക്കും ഞെട്ടിപ്പോയി. അതിന്റെ പകപ്പിൽ അവളുടെ നോട്ടം കണ്ടതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ ചുണ്ടിനടുത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതുകൂടിയായതും അവൾ അവന്റെ ചുണ്ടുകളിൽ ഒളിച്ചിരിക്കുന്ന ചിരിയിൽ പൂർണ്ണമായും മയങ്ങിയെന്ന പോലെ മണിക്കുട്ടി ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. പൊതുവെ ആള് കഷ്ടപ്പെട്ടാണ് ചിരിക്കാറുള്ളതെങ്കിലും വളരെ അപൂർവമായി മാത്രം കാണുന്ന അവന്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ കുസൃതി ചിരി, അതും ഇത്രയും വയ്യാഴികയിലും അവന്റെ ചുണ്ടിനറ്റത്ത് അതുണ്ടെങ്കിൽ എത്രത്തോളം ആള് സന്തോഷത്തിലായിരിക്കുമെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പറയണേ, നിന്റെ നന്ദേട്ടൻ എന്തെങ്കിലും ചെയ്തോ? ഒരു വാക്കുപോലും മിണ്ടാതെ തന്റെ മുഖത്തേക്ക് മാത്രം കണ്ണും നട്ടിരിക്കുന്നവളുടെ കവളിൽ മെല്ലെ തടവി ചെവിക്കരികിലേക്ക് എത്തി നോക്കാൻ വെമ്പൽപ്പെടുന്ന മുടിയിഴകളെ പിന്നിലേക്ക് ഒതുക്കി വെച്ചവൻ മെല്ലെ ചോദിക്കുമ്പോൾ അവന്റെ പനിച്ചൂടിൽ തിങ്ങി നിറഞ്ഞിരുന്ന ചൂട് വിശ്വാസം അവളെ ഇക്കിളിയാക്കുന്നുണ്ടായിരുന്നു. അതിന്റെയാകും പെണ്ണ് കഴുത്തൊന്ന് വെട്ടിച്ചു. അതുകൂടി കണ്ടതും അവൻ ആ കാതിൻ തുമ്പിൽ മെല്ലെ വിരലുകൾ കൊണ്ട് ഒന്ന് നുള്ളിവിട്ടു. അവൾ അറിയാതെ തന്നെ ഒരു നേർത്ത ശബ്ദം അവന്റെ കാതുകളെ തഴുകിപ്പോയി. നന്ദേട്ടാ, കണ്ണേ. ഇത്തവണ അവന്റെ വിളി കേൾക്കാൻ വയ്യെന്ന പോലെ പെണ്ണ് അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ച് അവനെ വട്ടം ചുറ്റി പിടിച്ചു. അവന്റെ പനിച്ചൂട് അവളുടെ മുഖത്തും ശരീരത്തും ആകെ പടരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു നിമിഷത്തിന്റെ സന്തോഷം അറിഞ്ഞുകൊണ്ടിരുന്ന ഹരിക്ക് തന്റെ വൈകാരികകൾ ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ടാവണം അവൻ ആ പെണ്ണിനെ അത്രയും മുറുകെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കണ്ണേ. ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വന്ന ആ കുഞ്ഞു ശബ്ദം അവൾക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. അത് കണ്ടതും പെണ്ണ് മിഴികൾ മാത്രം ഉയർത്തി അവന്റെ നെഞ്ചിൽ മെല്ലെ ഒന്ന് ചുംബിച്ചു. ശരീരമാകെ പടർന്ന ആ കുളിരിൽ ഹരി അന്തിച്ച് പെണ്ണിനെ നോക്കി. അതെ, വാങ്ങിക്കാൻ മാത്രമല്ല, എനിക്കും തിരിച്ചു തരാനൊക്കെ അറിയാം. അവന്റെ അന്തം വിട്ട നോട്ടം കണ്ടതും കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് പെണ്ണ് വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ഒളിപ്പിച്ചു. അല്പനേരം അങ്ങനെ ഇരുന്നതും അവന്റെ ശരീരത്തിലെ ചൂട് കൂടി അവളുടെ മുഖത്ത് തട്ടാൻ തുടങ്ങി. അതോടൊപ്പം അവന്റെ നിശ്വാസത്തിന്റെ ചൂടും അവളെ തഴുകിയതും ആ നിമിഷം വരെ നിറഞ്ഞു നിന്നിരുന്ന പ്രണയഭാവങ്ങളെ മറികടന്ന് അവളുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. പെണ്ണ് ഒന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അല്പസമയം മുൻപുണ്ടായിരുന്ന ആ പുഞ്ചിരി ഇപ്പോഴും അവന്റെ ചുണ്ടിലുണ്ടെങ്കിലും കണ്ണുകൾ വല്ലാതെ താന്നു. പനി നന്നായി തളർത്തിയെന്ന പോലെ മുഖം ക്ഷീണിച്ച് ആകെ വിളറി വെളുത്തിട്ടുണ്ട്. അത് കണ്ടതും അവൾ ഭയന്ന് അവനിൽ നിന്നും അകന്നു മാറി എഴുന്നേറ്റു. നന്ദേട്ടാ. അവളുടെ വിളി കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൻ മെല്ലിയൊന്ന് മൂളിക്കൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നന്ദേട്ട, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആൽബിച്ചിനെ കാത്തു നിന്നാൽ താമസിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അച്ഛനെ ഒന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയവളെ ഹരി കണങ്കയിൽ പിടിച്ചു നിർത്തി. എന്റെ കണ്ണേ, നീ ഇങ്ങനെ പേടിച്ചോടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഓക്കെയാണ്. ഇനി പനിയുടെ ചെറിയൊരു ക്ഷീണം മാത്രമാണ്. അതിന് നീ ഇങ്ങനെ ചുമ്മാ വിഷമിക്കല്ലേ കൊച്ചേ. അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞപ്പോഴാണ് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണുന്നത്. ആ കാഴ്ച അവനെ ചെറുതല്ലാതെ അസ്വസ്ഥനാക്കി. അത് കണ്ട് അവന്റെ മുഖഭാവവും പെട്ടെന്ന് മാറി. കണ്ണേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ലെന്ന്. നീ ചുമ്മാ കരയുന്നത് അങ്ങോട്ട് നിർത്തുന്നുണ്ടോ? അവളുടെ കണ്ണുനീർ കാണുമ്പോഴുണ്ടായ ആ അസ്വസ്ഥതയിൽ അവന്റെ ശബ്ദത്തിനും ചെറിയൊരു മാറ്റം വന്നു. അത് കണ്ടതും പെണ്ണ് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പലടക്കാൻ നോക്കി. അപ്പോഴേക്കും മാഷച്ചൻ അകത്തേക്ക് കയറി വന്നു. തൊട്ടു പിന്നാലെ തന്നെ ആൽബി എത്തി. അവനെ കണ്ടതും ആശ്വാസം കിട്ടിയ പോലെ അവൾ മാഷച്ചനെ നോക്കി. ഹരി, എന്താടാ, എന്തു പറ്റി? നിനക്കെന്താ പെട്ടെന്നൊരു പനി? ചോദിച്ചുകൊണ്ടാണ് ആൽബി അവന്റെ അരികിലേക്ക് ചെന്നത്. ഒന്നുമില്ലടാ, കുറച്ചൊന്നും മഴ നനഞ്ഞു, അത്രേ ഉള്ളൂ. നോണയെ ആൽബിച്ച, അച്ഛനും മോളും കൂടി ചേർന്ന് മഴയത്ത് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ പനി പിടിച്ചതാണ്. ഇപ്പൊ കുഞ്ഞിന്റെ പനിയൊക്കെ മാറി അവളൊന്ന് ഓക്കെ ആയതും ദേ അച്ഛൻ കിടപ്പായി. അത് പറഞ്ഞുകൊണ്ട് പെണ്ണ് ദേഷ്യത്തോടെ ഹരിയെ നോക്കിയതും അവനൊന്ന് നെടുവീർപ്പെട്ടു.
അതെങ്ങനെയാ? പറഞ്ഞാൽ രണ്ടാൾക്കും അനുസരണയില്ല. എന്നെ അനുസരിക്കാതിരിക്കുന്നതാണ് അച്ഛന്റെയും മോളുടെയും പ്രധാന ജോലി. ഇക്കാര്യത്തിൽ അച്ഛനും മോളും ഒരുപോലെയാണ്. നോക്കിക്കോ, ഇനി രണ്ടെണ്ണം മഴ കാണുമ്പോൾ പുറത്തിറങ്ങട്ടെ, ചൂരൽ വെച്ച് തല്ലി അകത്ത് കയറ്റും ഞാൻ, മോഷനെയും മോഷന്റെ മോളെയും. കരയുന്നതിനിടയിലും പുറംകൈ കൊണ്ട് ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ച് അവന്റെ മുഖത്ത് നോക്കിയുള്ള അവളുടെ ആ പരാതി കേട്ടതും അതുവരെ അവരെ രണ്ടിനെയും മാറി മാറി നോക്കി നിന്ന മാഷിന്റെയും ആൽബിയുടെയും ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇതിപ്പോ വൈറൽ ഫീവർ ആണ്, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത്, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം കേട്ടോ. ഡോക്ടർ അപ്പോ? പറഞ്ഞല്ലോ, വൈറൽ ഫീവർ ആണ്, മാറാൻ എന്തായാലും 2-3 ദിവസം പിടിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണങ്ങളെല്ലാം അതുപോലെ തന്നെ ശരീരം കാണിക്കും, പ്രത്യേകിച്ച് ഈ ശരീരവേദനയും വിറയലുമൊക്കെ. എന്തായാലും മെഡിസിൻ എടുക്കുന്നുണ്ട്, ആന്റിബയോട്ടിക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. എന്നാലും ആൾ ഇതിനു മുന്നേയും മെഡിസിൻ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഹരിയെ കിടത്തിയിരിക്കുന്നതിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന മണിക്കുട്ടിയുടെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഡോക്ടർ ആ നേരം. ആൽബിക്കൊപ്പം അവൾ മാത്രമേ വന്നുള്ളൂ. മാഷച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് അവൾ ഒപ്പം കൂട്ടിയില്ല. കാരണം രാത്രിയിൽ ഇവിടെ കുറെ നേരം നിൽക്കേണ്ടി വന്ന അച്ഛനാകെ ബുദ്ധിമുട്ടുമെന്ന് തോന്നലായിപ്പോയി അവൾക്ക്. ഇനി ചിലപ്പോൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ അച്ഛൻ വന്നാൽ തിരികെ പോകില്ല എന്നൊരു ചിന്തയും അതിന് പിന്നിലുണ്ടായിരുന്നു. എന്തായാലും ശ്രീധരൻ മാമന്റെ അടുത്ത് ആളെ ഏൽപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടൊരു മനസമാധാനമുണ്ട്. ഇവിടെ കൊണ്ടുവന്നപ്പോഴും ആൽബിച്ചൻ ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഡോക്ടറിനെ കാണാൻ പറ്റി. പക്ഷേ അപ്പോഴേക്കും ഹരി ആകെ തളർന്നു പോയിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകുന്നതിനൊപ്പം ട്രിപ്പ് ഇടാനും നിർദ്ദേശിച്ചത്. അതൊന്ന് തുടങ്ങിയപ്പോഴേക്കും ഇഞ്ചക്ഷന്റെ പവർ കൊണ്ടാവും ആൾ മയങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആൽബിച്ചന്റെ അരികിൽ നിന്നും ഡോക്ടറോട് കാര്യങ്ങളെല്ലാം തിരക്കിയത് മണിക്കുട്ടിയാണ്. അവളുടെ വേവലായി നിറഞ്ഞ ഓരോരോ സംശയങ്ങൾക്കും ഒന്നിച്ചു മറുപടി നൽകുന്ന രീതിയിലാണ് ഡോക്ടർ കാര്യങ്ങളെല്ലാം അവളോട് വ്യക്തമാക്കിയത്. ഡോക്ടർ, അപ്പോ ഇനി എന്നാ കൊണ്ടുവരേണ്ടത്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി. അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ പോന്നോളൂ. അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ആൽബിയോടാണ് അദ്ദേഹം അത്രയും പറഞ്ഞത്. പെണ്ണിന്റെ പേടിയും അവനെ പ്രതിയുള്ള ചോദ്യങ്ങളും കണ്ടപ്പോൾ ആൽബിക്ക് അവളോട് ഒരുപാട് സ്നേഹം തോന്നി. ഒപ്പം അവൻ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സങ്കടങ്ങൾക്കും തിരികെ കിട്ടിയ പുണ്യമാണ് അവളെന്നൊരു തോന്നലും ആൽബിയിലുണ്ടായി. അപ്പൊ ഇനി സംശയമൊന്നുമില്ലല്ലോ? ഡോക്ടറുടെ ചോദ്യത്തിൽ അവൾ ഇല്ലെന്ന് തലകുലുക്കി. അപ്പോ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോകാം കേട്ടോ. ബെഡിൽ കിടക്കുന്നതിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോക്ടർ ആൽബിയോടാണത് പറഞ്ഞതെങ്കിലും ആ നേരം അയാളുടെ നോട്ടം അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയിലേക്കും നീങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. നോട്ടം മുഴുവൻ അവന്റെ കയ്യിലെ കാനുലയിലും. അതെ, ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഇത് സാധാരണ വൈറൽ ഫീവർ ആണ് കുട്ടി. താൻ ഇതുവരെ പറഞ്ഞു കൊടുത്തതൊന്നും മനസ്സിലാകാത്ത പോലെയുള്ള അവളുടെ ഭാവം കാണി ഡോക്ടർ പിന്നെയും പറഞ്ഞു. പിന്നെന്താ ഡോക്ടർ ഏട്ടൻ കണ്ണു തുറക്കാത്തത്? അവൾ ഭയത്തോടെ ചോദിച്ചു. വന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ട്രിപ്പിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം അവൻ പെട്ടെന്ന് മയങ്ങിപ്പോയി. അത് കണ്ടിട്ട് എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ. ഇത്രയൊക്കെ താൻ പറഞ്ഞിട്ടും അവളുടെ വെപ്രാളം കുറയുന്നില്ലെന്ന് കണ്ട ഡോക്ടർ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതിനൊപ്പം ആൽബിയും ചിരിച്ചുപോയി. ഒന്നുമില്ല കുട്ടി, ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് വൈറൽ ഫീവർ ആണ്. ഒപ്പം ആള് 2-3 തവണ ഛർദ്ദിക്കുകയും ചെയ്തില്ലേ. അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു സെഡേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിപ്പോ രാത്രിയും കൂടി ആയില്ലേ, എല്ലാവരും ഉറങ്ങുന്ന സമയം. അപ്പൊ പിന്നെ ഈ പാവം ഒന്ന് ഉറങ്ങിന്ന് വെച്ചിട്ട് ഇത്രയും പേടിയും വെപ്രാളവും ഒക്കെ വേണോ? ചെറിയൊരു തമാശ പോലെ ഡോക്ടർ ചോദിച്ചതും അവൾ അയാളെ ഒന്ന് പിണക്കത്തോടെ നോക്കി. ഇവിടെ തന്റെ പ്രാണൻ കട്ടിലിൽ കിടക്കുമ്പോഴാണ് ഡോക്ടർക്ക് ചിരിക്കാൻ നേരം. അതുകൊണ്ട് തന്നെ ചെറിയൊരു ദേഷ്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. പിന്നീട് അവരോടായി മറ്റൊന്നും പറയാതെ അവൾ അവന്റെ കൈ മെല്ലെ എടുത്ത് തന്റെ കൈക്കുള്ളിലാക്കി പതിയെ തടവാൻ തുടങ്ങി. അത് കണ്ട ഡോക്ടർ ആൽബിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് നടന്നു. ആൽബിയും ഒപ്പം ഇറങ്ങി. ആരാണത് ആൽബി? ഡോക്ടർ ചോദിച്ചു. ഈ അടുത്തിവിടെ താമസിക്കാൻ വന്നവരാണ് ഡോക്ടർ. വന്നിപ്പോ താമസം തുടങ്ങിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല. ആ പെൺകുട്ടിക്കാളെ ഭയങ്കര ഇഷ്ടാണല്ലേ? ഇഷ്ടമല്ല ഡോക്ടറെ, ഒരുതരം ഭ്രാന്താണ്. അത് കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചുകൊണ്ട് തല ഉലുക്കി നടന്നു. ആൽബി തിരികെ മുറിയിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് ട്രിപ്പ് കയറുന്ന അവന്റെ കൈ തടവിക്കൊണ്ട് കണ്ണീർ വാർക്കുന്നവളെയാണ്. എന്റെ മണിക്കുട്ടി, നിനക്ക് എന്താ പെണ്ണെ? അവന് ചെറിയൊരു പനിയല്ലേ ഉള്ളൂ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ക്ഷീണം കൊണ്ടൊന്ന് മയങ്ങിയും പോയി. അതിനാണോ നീ ഇവിടെ കരഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്? കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൻ സൈഡിലെ ബെഡിലിരുന്നു. ആൽബിച്ചൻ അങ്ങനെ പലതും പറയും. ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുമായി നടക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ഒറ്റ വാക്കിൽ അവൾ മറുപടി പറഞ്ഞതും ആൽബി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ആരെയെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. അപ്പോഴേ അവർക്ക് എന്തെങ്കിലും വന്നാൽ അറിയാം നമ്മുടെ മനസ്സ് എങ്ങനെയാവോന്ന്. ദുഷ്ടൻ. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ കാണാവേ.
കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.